ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് ബാംഗ്ലൂർ പോവുകയാണ്. നമ്മൾ ഇന്ന് രാത്രിത്തെ ബസ് കയറും, നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തും. എന്നിട്ട് അവിടെ 2 ദിവസമൊക്കെ ചേർത്ത് ഇങ്ങനെ കൂട്ടുകാരപ്പൊക്കെ ഇന്ന് നമ്മൾ നിന്നിട്ട് തിരിച്ചവിടെ നിന്ന് പാലക്കാട് പോകുന്നതായിരിക്കും. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലും പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ സൗണ്ട് ഇല്ലെന്ന് പറഞ്ഞ ഇതിലൊക്കെ ഞാൻ മൈക്കൊക്കെ മേടിച്ചായിരുന്നു. ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് വർക്കും ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പം ഇതിനെ ചതിച്ചു. ഇത് വെക്കുമ്പോൾ സൗണ്ട് വരുന്നില്ല. വിശ്വസിക്കരുത് ഗൈസ്, ഓൺലൈൻ ബൈ ചതിക്കും നമ്മളെ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ എൻ്റെ അടുത്ത് ചേച്ചി ലഗേജ് ഒരു ബാഗിൽ കൂടുതൽ എടുക്കരുതെന്ന് പറഞ്ഞ്, അതാരണം കൊണ്ട് തന്നെ നമ്മൾ ഒരു ബാഗിൽ കൂടുതൽ എടുത്തിട്ടില്ല. ഈ ഒറ്റൊരു ബാഗേ ഉള്ളൂ. പിന്നെ ബാംഗ്ലൂർ ഇപ്പം നല്ല തണുപ്പാണെന്നറിയാമല്ലോ എല്ലാവർക്കും. നമ്മൾ ഈ കേരളത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ നാട്ടുച വെയിലത്തുള്ള ചൂടും അല്ലാത്തപ്പോഴുള്ള വേറെ ചൂടും ഒക്കെ കൊണ്ട് നമ്മൾ സ്വെറ്ററൊന്നും ഉപയോഗിക്കാറില്ല. സോ ഇന്ത്യയിൽ സ്വെറ്ററില്ല. അപ്പോഴാണ് ഇപ്പം സ്വെറ്ററിന് ഇല്ലാത്ത സ്ഥിതിക്ക് എൻ്റെ രക്ഷകനായി അച്ഛനാണ് വന്നത്. പക്ഷേ പ്രശ്നം ഇതിപ്പോൾ 2 ആൾക്കാരെ കയറ്റാനുള്ള സൈസ് സ്വെറ്റർ എന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് ഗൈസ്, സിദ്ധാർത്ഥ് ബെൻ വന്നിട്ടുണ്ട്. ആക്ച്വലി സിദ്ധാർത്ഥ് ബെൻ സിദ്ധു എന്നെ ഫോണിൻ്റെ നമ്മ മാച്ചിങ് ഗൈസ്. അപ്പോൾ സിദ്ധു ഞാൻ പോണത് പ്രമാണിച്ച് വന്നതാണ് ഗൈസ്. അല്ലെന്നൊക്കെ പറയും പക്ഷെ ആണ് ഞാൻ ബാംഗ്ലൂർ. സോ നമുക്കിനി നമ്മുടെ റൂമിലേക്ക് പോവാം. അതായത് ഞാൻ സമയമാകുമ്പോൾ അച്ഛൻ വരും. അച്ഛൻ വന്നിട്ട് നമ്മൾ ബസ്സിന് പോകും. ഓക്കേ. സോ ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി ബസ്സിൽ കയറി. ഞാനും കൂടെ വരാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഞാൻ വന്നതും ബസ് എടുത്ത് 40 പറഞ്ഞത്, പക്ഷെ നമ്മൾ നേരത്തെയാണ്. നോ പ്രോബ്ലം. ലൈറ്റിങ് ശ്രദ്ധിക്കും നിങ്ങൾ. എൻ്റെ വീട്ടിൽ പോലും ഇല്ല എത്ര സെറ്റപ്പ് ലൈറ്റിങ്. പിന്നെ മൈക്ക്. ഹലോ നിങ്ങൾക്ക് തീരെ മനസ്സിലാവുന്നില്ല എൻ്റെ എക്സൈറ്റ്മെന്റ് ഒന്നും. എനിക്ക് മനസ്സിലാവും. ബാങ്കിങ് ഓക്കെ, സോറി ഗൈസ്. എനിക്കിവിടെ മഴയിരുന്നിട്ട് ഞാൻ മിക്കവാറും കറങ്ങി നിലത്ത് വീഴുന്നൊരു പേടിയുണ്ട്. കുഴപ്പമില്ല, എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റക്കോണിൻ്റെ വെങ്കിളത്തരമാണ്. പേടിയല്ല, വെങ്കിളത്തരം. പാലക്കാട് പോണ പോലെ അല്ലല്ലോ. ഞാൻ ജീവനോടെ അവിടം വരെ പെട്ടിന്ന് നിലത്ത് വീഴാണ്ടെത്തിക്കഴിഞ്ഞാൽ ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങളെ വെറുപ്പിക്കുന്നതായിരിക്കും. സോ ദെൻ സൈനിങ് ഓഫ് അല്ല. ഇപ്പം പിന്നെ എടുത്തിരിക്കും, ഞാനാണ് കൊണ്ട് എടുത്തിരിക്കും ഉണ്ടാവും. പേരൊക്കെ ഇത് കളിച്ചായിരുന്നു, ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട്. സോ എത്താനായി ഓൾമോസ്റ്റ്. ഞാൻ കുറേ വെള്ളം കുടിച്ചിട്ട് പയറ് കൊളുത്തി പിടിച്ചൊന്ന് വേദന എടുക്കണം. ഓക്കെ, വിൽ ഹാൻഡിൽ.
എന്നെ വിളിക്കാൻ ആശ്രയിച്ച് വരും വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ആശ്രയിച്ച് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. വന്നു ഇല്ല. ഞാൻ വീട്ടിലെത്തിയിട്ട് ബസ്സിൽ കിടന്ന് ഞാൻ 3-4 വട്ടം കിടന്നുറങ്ങിയത് പോരെന്ന് മനസ്സിലാക്കി എൻ്റെ ചേച്ചിമാർ എന്നെ പിന്നെയും പിടിച്ചെടുത്തി ഉറക്കി. സോ ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളത്. ശവനെ ഒന്ന് വിളിച്ച് എഴുന്നേറ്റു. അങ്ങനെ നമുക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കുവാണ്. ബ്രെഡും ബട്ടറും. എന്നിട്ട് നമ്മൾ ബ്രെഡും ബട്ടറും തിന്നിട്ട് നമ്മൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകും ഷോപ്പിങ്ങിന്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകാം. ഇതാണ് ഋഷഭിൻ്റെ ഇവിടുത്തെ ഏലക്കിനിയാണ്. നിൽക്കുമ്പോൾ തന്നെ ട്രാൻസ്പോർട്ട് ഇതൊക്കെ സ്ട്രീറ്റാണ്. നമ്മൾക്ക് ഇങ്ങനെ തിരിച്ചു വരാം. ഇവിടെ നടക്കാൻ ഭയങ്കര തണുപ്പ്, അല്ലാണ്ട് വലിയ തണുപ്പില്ല, പക്ഷെ നടക്കുമ്പോൾ ഭയങ്കര തണുപ്പ്. എനിക്ക് വേണ്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ചേച്ചി കൂടെ ഉണ്ടാക്കിയത്. എൻ്റെത് മുഖം കാണിക്കരുത് നല്ലതാണ് നല്ല കാണിക്കുന്നത്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അൺബോക്സിങ് വീഡിയോ ചെയ്യേ എല്ലാവരും ഞെട്ടനെ. ഓക്കെ ഓക്കെ. സോ ഗൈസ്, നമ്മൾ ബാബുജിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു നേരിച്ചിട്ട്. നമ്മളതിങ്ങനെ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും കൂടെ നല്ലതല്ലേ വാക്കുമ്പോൾ നല്ലതല്ലേ. ഓക്കെ തെറ്റേ അങ്ങനെ ആദ്യമായിട്ട് നമുക്ക് നൈറ്റേലോ നൈറ്റ് ഫോൾ നിന്റെ അടുത്തതായിട്ട് ദിശാബിലൂടെ നമ്മൾ വീട്ടിൽ വെച്ചേക്കണേണ്. അങ്ങനെ ദിശാബിലേക്ക് ഒരു നെയിൽസ് ആണ് കൊടുക്കണത്. എന്താ വരെ എന്താന്ന് വെച്ചാൽ 3 പേരുള്ള കുത്തിയൊക്കെ എന്താ വെച്ചാൽ ഒരു ഓർക്കിഡ് പെർഫ്യൂമാണ് ആശ്രയിച്ചിട്ടുള്ളത്. ഓക്കെ, ആശ്രയിച്ചിട്ട് സമ്മാനം ഇവർ മേടിക്കുന്നത്. സ്പെഷ്യൽ താങ്ക്സ് ടു നൈനപ്പിയസ്. ഇത് വെറും പെർഫ്യൂം അല്ല, കൊറിയൻ. പിന്നെ നമ്മൾ ഇവർക്ക് വേറെ എന്താണ് കൊടുക്കുന്നു. ഇനി നമ്മൾ റെഡി ആയിട്ട് നമ്മൾ പുറത്തു പോകുന്നതായിരിക്കും. ഒരു ഒരുങ്ങാൻ തുടങ്ങിയിട്ട് കുറേ നേരം പക്ഷെ ഇത്ര നേരിട്ട് ഇറങ്ങിയിട്ടില്ല. നോക്കൂ പോണില്ല ഷോപ്പിങ്ങിന് വെള്ളം ഞങ്ങൾ ഉപയോഗിക്കുന്ന ബാഗുകളാണ് ഇതെല്ലാം. എൻ്റെ യൂട്യൂബ് 2 ബാഗൊക്കെ ഇട്ടാണ് നമ്മൾ പോകുന്നത്. 2 ബാഗ് വിചാരിക്കും നമ്മള് കൊറേ ആണെന്ന്, പക്ഷെ ഇത് രണ്ടും എന്റെ കയ്യില് കവറുമായിട്ട് എനിക്ക് തിരിച്ചു വേണ്ടത്. എൻ്റെ ഒത്തിരി നാനും ചേച്ചിയും ട്വിന്നിങ് ആണ്. നമ്മൾ കുറച്ച് എൻ്റെ ബാംഗ്ലൂർ സെറ്റ് ആർക്കാന്നല്ലോ, ബാക്കി എല്ലാവർക്കും ട്വിന്നിങ്. ഞാൻ എൻ്റെ ആദ്യം ഇട്ടത്, അത് പിന്നെ ഇട്ടത് എൻ്റെ കോപ്പിച്ചത്. എന്റെ അടുത്ത് നിർബന്ധിച്ച് സത്യം പറഞ്ഞ് ഇടിപ്പിച്ചത്. ആ ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴോ ഇത് ഇടത്തോ നമുക്ക് ട്വിന്നിങ് ആവാന്ന് ഇനി അവസാനം ഡ്രസ്സ് തപ്പിട്ട് അവസാനം അതിന് എപ്പം കിട്ടി അതാണ് കൊണ്ട് ഞാൻ വേഗം എടുത്തിടാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്.
10:10. ആ എനിക്കും 10:10 അതെ. അത് നിർത്തിയ പിന്നെ 10:10 9:10 എല്ലാം ഒരു 10ന്റെ പോലെയാ. സോ ഗൈസ് നമ്മൾ ആക്ച്വലി ചേച്ചി എന്നെ എപ്പ വിളിച്ച് എഴുന്നേപ്പിച്ചതെന്നറിയോ? എത്ര നേരിട്ട് ഞാൻ ഡോറിന്റെ അവിടെ നിർത്തിയെന്നറിയോ? നമ്മുടെ വണ്ടി വന്നു, നമുക്ക് പോകാം. നമ്മൾ സക്സസ്ഫുള്ളി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി. തണുപ്പായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഓവർകോട്ടൊക്കെ എടുത്ത് വെച്ചേ നല്ല ഓവർകോട്ട് ഇപ്പോഴല്ല ആവശ്യം തന്നെ, തിരിച്ചു പോകുമ്പോഴേ. ഓക്കെ, സോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഋഷഭിനെ പോണ വഴിയിൽ എല്ലാ ഡ്രസ്സും കൊള്ളാന്ന് പറയുന്നുണ്ട്. അത് കൊള്ളാം, ഇതും കൊള്ളാം. നമ്മളിവിടെ വിൻഡോ ഷോപ്പിങ്ങിന് വന്ന പോലെ നമുക്ക് ആദ്യമൊക്കെ പോകാം. 2-3 ഡ്രസ്സ് ട്രൈ ചെയ്ത് നമ്മളിവിടെ ഡ്രസ് ട്രൈ ചെയ്തിട്ടുണ്ട്. പ്രശ്നമൊക്കെ നടക്കുമല്ലോ. 1800 का मछली थोड़ा डिस्काउंट मिलेगा उसमें. അയ്യോ ബൊമ്മേൻ്റെ ഡ്രസ്സ് വരാൻ പോണെ. ഈ ചിക്കൻ ചൂട് ചൂട്. എല്ലായിരിക്കും ബെസ്റ്റിനിരിക്കും. കഴിക്കുക ഷെഫിന്. നേരത്തെ അല്ലെങ്കിൽ തിരിയലിന്റെ ശേഷം നമ്മൾ ഇപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് എത്തിയത്? എവിടെയോ അല്ല, ഇവിടെ കല്യാണത്തിന്റെ ഷോപ്പിങ്ങിന് വരാൻ നല്ല ഭംഗി. വണ്ടിയിലൊക്കെ ഉണ്ടാകും. സൂപ്പർ ഫുൾ ലൈറ്റ് ആയിരിക്കും. കാണാൻ ഭാഗ്യമില്ല തോന്നുന്നു. സമയക്കാതെ 3:45 എന്തായി. 6 മണിയൊക്കെ ആകുമ്പോൾ രാത്രിയാവും. അപ്പോഴേക്കാണ് ഇവിടുന്ന് പോകണം. ഇവിടെ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. കാണാൻ പറ്റൂലെന്ന് എനിക്ക് തോന്നുന്നു. കാണാൻ പറ്റും. നമ്മളിപ്പോ പോവും. നമുക്കൊന്നും ചെയ്യാനില്ല. സോ നമ്മുടെ ഷോപ്പിംഗ് എന്നിട്ടാണ് വലിയൊരു ഫോട്ടോ എടുത്തത്. വിശക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ ഇവിടെ നിന്ന് തിന്നണുണ്ടോ അല്ല, എനിക്ക് വിശക്കല്ലേ കുട്ടിക്ക്. എനിക്ക് മോമോസ് കഴിക്കാൻ. സ്റ്റുഡിയോ പുറത്തെ പിന്നെ നമ്മൾക്ക് കല്യാണത്തിന് വേണ്ടി നമ്മൾ ഇതാണ് പറഞ്ഞു വെച്ചേക്കുന്നത് ഇടാൻ വേണ്ടിട്ട്. അതെ, ഞങ്ങളതാ പറഞ്ഞു വെച്ചേക്കണത്. only 10,000 സിമ്പിൾ ഫോർ ദ ഷെബിന് അല്ലേ? ചിറ്റ് വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാനില്ല. നമുക്ക് ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ സമയം കിട്ടിയത്. ഇരിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. അതെ, ഇത് മുന്നാലുണ്ട്. ആശുപത്രിക്ക് പുള്ളി ഛർദിക്കുന്നത്. ഫുഡ് ഐസ് നല്ല വിശപ്പുള്ള സ്ഥിതിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തത് നമ്മൾ കിട്ടുമ്പോൾ അപ്പം കഴിക്കും. അക്കു നമുക്ക് വേണ്ടി ഫുഡിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് തിരിച്ച് പോകുകയാണ് നമ്മൾ ബീച്ചിലേക്ക്. ഇപ്പോൾ ചില്ല് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ
ഗൈസ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് എല്ലാവരും നല്ല സൂപ്പർ ഉറക്കത്തിലാണ്. നമ്മൾ ബാക്ക് ഹോം. ഇവിടെ ഇവര് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തേക്കുന്നുണ്ട്. ഇതിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട? അത് ഇങ്ങനെയാവും ചെയ്യണം. ഓഫ് ആവാത്ത എന്താ? നോക്കൂ ഗൈസ്, ഇവര് വീട്ടിൽ ചെറിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചേക്കണം. പപ്പാനിയുണ്ട്. നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നത് പൊറോട്ടയും ചിക്കനും മോശമാണ് കഴിക്കുന്നത്. പോടുന്ന എന്നെ ഒരു തട്ടിക്കൂട്ടിരിക്കാനൊക്കെ പറ്റിക്കാൻ നോക്കണം. സത്യമായിട്ട് തട്ടിക്കൂട്ടിരിക്കണം. സോ ഗൈസ്, ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ഇന്നലെ രാത്രി സിനിമയൊക്കെ കണ്ട് പയ്യനെ. സിനിമ ഞാൻ ഫുള്ള് കണ്ടില്ല, ഞാൻ പതിയെ ഉറങ്ങിപ്പോയി. ചേച്ചി ഉറങ്ങിപ്പോയി. ആ ചേച്ചിക്കൊക്കെ ചേച്ചി ഫുള്ള് ഇരുന്ന് കണ്ടത് ദിശവനെ പറഞ്ഞു. ദിശവനെ ലാസ്റ്റ് സീൻ മാത്രം എഴുന്നേറ്റപ്പോൾ കണ്ടു. എനിവേസ് രാവിലെ ഞാൻ എഴുന്നേറ്റ്, ഞാൻ ആദ്യം എഴുന്നേറ്റ്. ദിശവിനെ പിന്നെ എഴുന്നേറ്റ് എനിക്ക് ചായ ഉണ്ടാക്കിക്കൊണ്ടെന്നു. ബെഡ് കോഫി അല്ല, ബെട്ടി. എന്നിട്ട് ഇനി ദിശവിനെ നമുക്ക് ഉണ്ടാക്കി തരാൻ പോണത്. ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. കുക്കറൊക്കെ എടുത്തിട്ട് അയച്ച് നമുക്ക് പൂരി മുട്ടക്കറിയാണ് കേസ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. രാവിലെ പറഞ്ഞുകൊണ്ട് നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. എൻ്റെ ബാങ്ക്സ് പോയി ഗൈസ്. ഇവര് കാണിക്കണം എന്താ വേണ്ട, ഫോണൊന്നും എടുക്കണ്ട. അയ്യോ, എന്തായിട്ട് ഓർഡർ കണ്ടിട്ട് ചിരിക്കുന്നത്. ഇന്ന് രാവിലെ കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞതല്ല കൊരങ്ങന്മാര് ഇന്ന് വന്നില്ലെന്ന്. റൂം വരെ കയറി. അവര് ഉറങ്ങിക്കിടക്കണം, അവരോട് എഴുന്നേറ്റ്. ഒരു കൊരങ്ങനെ തീരതയുടെ നേരിട്ടിട്ട് ബാക്ക് ടു വർക്ക് പോയ അതെ ആണ് എന്റെ ചേച്ചി ദുഷ്ടബിന്. ദുഷ്ടബിനോട് ആ ഓട്ടത്തിലാണ് നമ്മൾ രക്ഷപ്പെട്ടതാണ്. പക്ഷെ താൻ എന്തിനാണ് സവാള ഇട്ട് കൊടുത്തത് കൊരങ്ങന്? തിന്നിട്ട് പോയിക്കോട്ടെ വന്നതാണെങ്കിലാന്ന് വിചാരിച്ച് അപ്പൊ കയ്യില് സവാള കിട്ടിയത് തക്കാളി കൊടുത്താൽ പിന്നെ ആലോചിച്ചത്. ഷോ ചോറിനെ കിട്ടും. സോ ഗൈസ്, ഇന്ന് ഇവിടുത്തെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ഇനി നമ്മൾ പാലക്കാട് പോകുന്നതായിരിക്കും. അപ്പോൾ പോണതിന് മുന്നേ ചേച്ചിമാരുടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. ചേച്ചിമാരുടെ എനിക്ക് വേണ്ടി ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കി തന്നത്. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായെന്ന് തോന്നുന്നില്ലായിരിക്കും. അത് ഞാൻ തലേന്ന് ഊരിയിട്ടില്ല മേടിച്ചപ്പോൾ തൊട്ട്. നമുക്ക് തന്നെ ഇങ്ങനെ പോവാം. അതിലിപ്പെടുത്തിട്ടുണ്ട്.
ഗായ്സ് ദിശാബിന് ഇപ്പോഴും സ്റ്റിൽ റെഡി ആയിട്ടില്ല. ബട്ട് എന്നെ നോക്കൂ, ഞാൻ ഇപ്പോഴേ റെഡി ആയി നിൽക്കണേന്. ദിശാബിനോട് ജാക്കറ്റ് ഞാൻ സക്സസ്ഫുള്ളി അടിച്ചു മാറ്റിയിട്ടുണ്ട്. ദിശാബിന് റെഡിയായി ഗായ്സ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ബട്ട് മുകളിൽ മാത്രം റെഡി ആയിട്ടുള്ളൂ, അടിഭാഗമായിട്ടില്ല. സ്റ്റിൽ ഞാൻ ഡ്രസ്സിലെ പാൻറ് ഇട്ടുകൊണ്ട് എടുക്കുന്നത്. ഞാൻ പക്ഷേ ഫുള്ളി റെഡി ആയിട്ടുണ്ട്. തലവേദന എടുക്കുന്ന ഗായ്സ് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന്. അതല്ല ഇപ്പം ഞാൻ പറയാൻ വന്നത്. നെയിൽ ആർട്ട് ചെയ്തു. ഇത് ആക്ച്വലി ഉദ്ദേശിച്ചത് ബോയ് ആണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ചേച്ചിനോട് വരച്ചു തരാൻ പറഞ്ഞതാണ്. പക്ഷെ ഇത് വരച്ചു വന്നപ്പോൾ കത്രിക പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഈ കളർ, റെഡ് കളർ, സൂപ്രിറ്റി, ക്രിസ്മസിന് വേണ്ടി മേടിച്ചത് ഞാൻ പ്രത്യേകം. നമുക്ക് ഇപ്പോൾ സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ദൂരം നിന്ന് ഉണ്ടാ മതി. ദൂരം എന്ന് പറയുമ്പോൾ കണ്ണുപോലുമില്ല. കുഴപ്പമില്ല. പിന്നെ എന്ത്, ഞാൻ എൻ്റെ ട്രാവലിംഗ് ഡ്രസ്സൊക്കെ ഒഫീഷ്യലി എടുത്തിട്ടുണ്ട്. ഗൈസ് പോണേന് മുന്നുള്ള ലാസ്റ്റ് സപ്പർ അക്കോണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എന്താണ് ഉണ്ടാക്കണം? എഗ് റൈസ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഗൈസ് നമ്മുടെ ടേസ്റ്റി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. കോണുണ്ട്, മുട്ടയുണ്ട്, സ്വീറ്റ് കോൺ ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. And Shabini is still not ready. Ready, Matruta. Not ready. I'm ready. Always ready. Oh. Bye. Bye guys. Merry Christmas and Happy New Year. So guys, നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കണേന്. ബസ് സ്റ്റോപ്പല്ല, ലൈക്ക് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. കുറേ ബസ്സുകളുണ്ട്. നമ്മുടെ ബസ് ഇപ്പോൾ ഹാഫ് അവർ ലേറ്റ് ആണ്. ഞങ്ങളതുകൊണ്ട് ലഗേജൊക്കെ അടിയിൽ വെച്ച് വെയിറ്റ് അപ്പുറത്തപ്പുറത്ത് 2 ബാഗൊക്കെ ഉണ്ട്. നമ്മൾ ബസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേന്. സൗണ്ട് കേൾക്കുമെന്ന് എനിക്ക് വലിയ ഐഡിയയില്ല. ഇപ്പം ബഹളമൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ കാണിച്ചത് നല്ല തിരക്കാണ്. സോ ഗൈസ്, നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. സോ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു പോണേന് സനൻ്റെ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ് ഗൈസ്. പറഞ്ഞോ, എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.